കോമേഴ്സ് ഫാമിലി, നിങ്ങൾ എക്സാമിങ് എത്തി അല്ലേ? നമ്മൾ എക്സാമിന് വളരെ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ മാർക്ക് നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് മാച്ച് ദി ഫോളോയിങ് എന്ന് പറയുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഒക്കെ അറിയാമെങ്കിൽ വളരെ എഫേർട്ട്ലെസ്ലി വളരെ സ്പീഡിൽ നമുക്ക് 5 മാർക്ക് ആണെങ്കിൽ 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻസ് അറിയില്ല എങ്കിൽ, കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മാർക്ക് നഷ്ടപ്പെടാൻ കാരണമാകുന്ന, അതുപോലെ തന്നെ കൺഫ്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചിന്തിച്ച് സമയം നഷ്ടപ്പെടാൻ കാരണമാകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് മാച്ച് ദി ഫോളോയിങ് അല്ലേ? അപ്പൊ നമുക്ക് ഇനി എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മാച്ച് ദി ഫോളോയിങ് സോൾവ് ചെയ്ത് നോക്കിയാലോ? നമുക്കറിയാം ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു മാച്ച് ദി ഫോളോയിങ് ആണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നോക്കാം, ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് കൊണ്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ തീർക്കുന്ന ഓക്സിലറീസ് ടു ട്രേഡ് ഏതാണ്? ഓഫ് കോഴ്സ് ബാങ്കിങ് ആണ്. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ് കൊണ്ടുള്ള തടസ്സങ്ങളെയൊക്കെ നീക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഹിൻഡ്രൻസ് ഓഫ് ടൈം കൊണ്ടുള്ള ഹിൻഡ്രൻസ് ഒക്കെ നീക്കുന്നത് വേ ഹൗസിംഗ് ആണ്. ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് കൊണ്ടുള്ള തടസ്സങ്ങളൊക്കെ നമ്മൾ ഇൻഷുറൻസ് എടുത്തുകൊണ്ടാണ് നേരിടാൻ പോകുന്നത്. ഹിൻഡ്രൻസ് ഓഫ് നോളജ് കൊണ്ടുള്ള തടസ്സങ്ങളൊക്കെ നമ്മൾ നേരിടുന്നത് അഡ്വർടൈസിംഗ് എന്ന ഓക്സിലറീസ് ടു ട്രേഡ് യൂസ് ചെയ്തിട്ടാണ് അല്ലെ? ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ കൺഫ്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൈം പോവും, നമ്മുടെ മാർക്ക് നഷ്ടമാകും. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കി മാർക്ക് നഷ്ടപ്പെടുത്താതിരിക്കാം. ഓക്കെ.